ഈ ഒരു പവർ ഉപയോഗിച്ച് അവൾക്ക് അവളുടെ എതിരാളികളുടെ മൊമെന്റ്സ് മനസ്സിലാക്കാൻ കഴിയും. അതായത് അവരുടെ അറ്റാക്ക് മുൻകൂട്ടി കണ്ട് അവൾക്ക് പെട്ടെന്ന് തന്നെ മാറിക്കളയാൻ സാധിക്കും. ഈ ഒരു കാര്യം അതായത് ഇവളുടെ ഈ സ്പെഷ്യൽ എബിലിറ്റി മനസ്സിലാക്കിയ ഡോമ അവളുടെ കണ്ണ് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും നയവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പേട് ക്രൂഷ്യൽ സിറ്റുവേഷൻസിലാണ് ഒരു ഹീറോ വരേണ്ടത്. അങ്ങനെ ഒരു ഹീറോ നമുക്കുണ്ടാ. റൂഫ് ടോപ്പും പൊളിച്ച് വന്നടാ മക്കളെ ലോർഡ് ഇനോസുക്കെ. അങ്ങനെ താഴേക്ക് എത്തിയ ഇനോസുക്കെ കനോയെ രക്ഷിക്കുന്നു. എന്നിട്ട് തീരെ പേടിയില്ലാതെ മുമ്പിൽ നിൽക്കുന്നത് ആരായാലും എനിക്കെന്താ എന്നൊരു രീതിയിൽ ഇനോസുക്കെ ഡോമയെ നോക്കുന്നു. ഡാ ചെറുക്ക, നീയാണോ അപ്പർ മുണ്ടു? ഹഹാ, അപ്പൊ ഞാൻ നിന്നെ കൊന്ന എനിക്കൊരു ഹാഷിരയാവാൻ പറ്റും. ഞാനൊരു ഹാഷിരയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ തന്നെ വിളിക്കാൻ പോകുന്നത് ബീസ്റ്റ് ഹാഷിര എന്നായിരിക്കും. അല്ലെങ്കിൽ പിഗ് ഹാഷിര എന്ന് വിളിച്ചാലോ? ഡി പെണ്ണെ, നീ പറ, ഇതിൽ രണ്ടിലും ഏതാ നല്ലത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇനോസ്കെ പറയുന്നു. എന്നിട്ട് ഇനോസ്കെ കാനോയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിയൊക്കെ കണ്ടിട്ട്, ഡി പെണ്ണെ, ഈ മുറിവെല്ലാം കണ്ടാൽ ഷിനോബു നിന്നോട് ദേഷ്യപ്പെടില്ലേ? ഇപ്പോ കാനോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഇനോസ്കെക്ക് ഷിനോബു മരിച്ചുപോയി എന്ന കാര്യം മനസ്സിലാവുന്നു. അതുപോലെ പാസ്റ്റിലെ ഷിനോബു ഇനോസ്കയെ ഒരുപാട് കെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇനോസ്കെ ഓർത്തെടുക്കുന്നു. ഇതിൽ ദേഷ്യം വരുന്ന ഇനോസ്കെ ഡോമയെ അറ്റാക്ക് ചെയ്യുന്നു. തിരിച്ച് ഡോമയും അവന്റെ ബ്ലഡ് ഡിമൺ ആർട്ട് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇനോസ്കെ ഡോമയുടെ കയ്യിലുണ്ടായിരുന്ന കാനോയുടെ കട്ടാന എടുത്ത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഈ ഒരു കട്ടാന എടുത്തുകൊണ്ടുപോയി കൊടുത്ത കാര്യം ഡോമ പോലും കണ്ടില്ല. അതുപോലെയുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇനോസ്കയുടേത്. ശേഷം ഇനോസ്കെ വീണ്ടും ഡോമയെ അറ്റാക്ക് ചെയ്യാൻ ഓടി വരുന്നു. അത് കണ്ട് ഡോമ കുറച്ച് പുറകിലേക്ക് മാറി നിന്ന്, നിനക്ക് ഇത്ര ദൂരത്തേക്കൊന്നും എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ ഇനോസുകെ ഡോമയുടെ മുഖത്ത് തന്നെ വെട്ടിക്കഴിഞ്ഞു. ഇനോസുകെ അവന്റെ ശരീരത്തിലുള്ള എല്ലാം ഡിസ്ലൊക്കേറ്റ് ചെയ്ത് അവന്റെ കൈയുടെ നീളം കൂട്ടിയിട്ടാണ് ഈ ഒരു അറ്റാക്ക് ചെയ്തത്. ഇത് ഇനോസുകെ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്, ബീസ്റ്റ് ബ്രീത്തിങ് 9th ഫോം. ഇപ്പൊ ഡോമ, നിന്റെ ടെക്നിക്കെല്ലാം എനിക്ക്